അനധികൃതമായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് വർധന പിൻവലിക്കണമെന്ന് ഓൾ കേരള സോമിൽസ് ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 1000 രൂപയുണ്ടായിരുന്ന ഫീസ് 50,000 രൂപയാക്കിയാണ് ഉയർത്തിയിട്ടുള്ളത്. 2022 മുമ്പ് പ്രവർത്തനം തുടങ്ങിയ സോമിലുകൾക്ക് നിലവിലുള്ള ഫോറസ്റ്റ് ലൈസൻസി 1000 രൂപയിൽ നിന്നും 2026 ഫെബ്രുവരി മാസം മുതൽ 50,000 രൂപയാക്കിയാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. ഇതിനെതിരെ സംഘടനയുടെ സ്റ്റേറ്റ് നേതാക്കൾ സംസ്ഥാന വനംവകുപ്പ് മന്ത്രിക്ക് ഫെബ്രുവരി 7 നിവേദനം നൽകിയിട്ടും അനുകൂലമായി സർക്കാർ തീരുമാനം വന്നിട്ടില്ല. സോമിൽ വ്യവസായ മേഖല വളരെയധികം തളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ OTP 50,000 രൂപ നൽകിയ ലൈസൻസ് പുതുക്കി സ്ഥാപനങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ലൈസൻസ് പുതുക്കുവാൻ അപേക്ഷ നൽകിയ മില്ലുടമകൾക്ക് OTP-യായി 50,000 രൂപ അടക്കുവാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ നോട്ടീസിനെതിരെ സംസ്ഥാനത്തെ ചില സോമിൽ ഉടമകൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പ്രസ്തുത OTP അടയ്ക്കാതെ തന്നെ ഫോറസ്റ്റ് ലൈസൻസ് പുതുക്കി നൽകുവാൻ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ലൈസൻസ് പുതുക്കി നൽകാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP ഹുസൈൻ ഹാജി, സെക്രട്ടറി മാതാരി ഷൗക്കത്ത് അലി, ജില്ലാ പ്രസിഡന്റ് ബീരാൻകുട്ടി ഹാജി വറൈറ്റി, ജില്ലാ വൈസ് പ്രസിഡന്റ് VP അബ്ദുൽ മജീദ് എന്നിവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.